ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ബർത്ത്ഡേ ഡിസൈനാണ്. 5 എന്ന് എഴുതിയിട്ട് അതിൽ കുറച്ച് ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ആയിട്ടുള്ളൊരു വർക്കാണ്. 5 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയാണ്. അപ്പം ആ ഒരു നമ്പറാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. എന്നിട്ട് അതിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. ക്ലോത്തിൽ നമ്മൾ ആ നമ്പർ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പല പല കളർ ഷെയ്ഡിലുള്ള ത്രെഡ് വെച്ചിട്ടാണ് നമ്മളിവിടെ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ ചെയ്യുന്നത് ഫ്ലവർ വർക്കാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഞാനൊരു ത്രെഡ് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്ലവർ വർക്കായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് വോവൻ വീൽ സ്റ്റിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നീഡിൽ ഇതേപോലെ കുത്തിയെടുക്കുകയാണ്. ആദ്യമേ നമ്മൾ 5 സ്ട്രേറ്റ് സ്റ്റിച്ചസ് ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതേപോലെ നമ്മൾ സ്ട്രേറ്റ് സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കുക. ആ സ്ട്രേറ്റ് സ്റ്റിച്ചസ് നമ്മൾ നോട്ട് ചെയ്തെടുത്തിട്ട് ഇനി ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഇതേപോലെ നീഡിലെടുക്കണം. ഇനി ചെയ്യേണ്ടത് ഒരു സ്ട്രേറ്റ് സ്റ്റിച്ചിൻ്റെ താഴെയാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ മുകളിൽ, അങ്ങനെ വേണം നമ്മളിനി ഈ നീഡിൽ കടത്തിയെടുക്കാനായിട്ട്. ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് വോവൻ വീൽ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ അതുപോലെ ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ ത്രെഡ് എടുക്കുന്നത് നോക്കുകയാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ മുകളിലാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ താഴെ, അങ്ങനെ ഇത് കംപ്ലീറ്റ് സർക്കിൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ തന്നെ ഇതേപോലെ നമ്മൾ ചെറിയ ഫ്ലവേഴ്സും ഈ സെയിം സ്റ്റിച്ചസ് വെച്ച് പല കളേഴ്സിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ പോർഷനിൽ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇനി നമ്മളിവിടെ ലീവ്സ് ചെയ്യാൻ പോവാണ്. 2 ടൈപ്പ് ലീവ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്ന് ലേസി ഡേസി ആണ്, ഒന്ന് ഫിഷ് ബോൺ സ്റ്റിച്ചാണ്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമ്മൾ ലേസി ഡേസി ആണ് ചെയ്യുന്നത്.
ഇനി നമ്മൾ ഈ ഒരു ലീവ്സ് ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ലീവ്സ് ഫില്ല് ചെയ്യാനായിട്ട് ഞാനിവിടെ ഫിഷ് ബോൺ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു പോർഷനും ക്രൗണും ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സെറി ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. സെറി ത്രെഡ് വെച്ചിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് ആ ഒരു പോർഷനിൽ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു പോർഷനിൽ 3 ചെയിൻ സ്റ്റിച്ച് വെച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ 2ഉം പിന്നെ ക്രൗണിനാണെങ്കിൽ 1 ചെയിൻ സ്റ്റിച്ചുമാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് 2 സ്റ്റോൺസും ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഷുഗർ ബീഡ്സും കൂടെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇതേപോലെ ഷുഗർ ബീഡ്സ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഫ്ലവറിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടില്ല, ചില ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്പർ 5 വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ എംബ്രോയ്ഡറി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം ഗ്രേസീസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. താങ്ക് യു.